ക്രൈ ആയിട്ടാണ് ഇതിനെ പറയുന്നത്. അതായത് ഓക്സിജൻ തരാൻ വേണ്ടിയിട്ട് മസിൽ കരയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടുകഴപ്പ്. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാലിൻ്റെ നീരുണ്ടാവുക, ചിലപ്പോൾ കാല് നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്ന് കഴിയുമ്പോൾ കാലിൻ്റെ പാദത്തിലും മണ്ണയ്ക്കൊക്കെ നല്ലതുപോലെ നീര് വയ്ക്കാം. കട്ടുകഴപ്പ്, അതുപോലെ മുടി കൊഴിച്ചിൽ, പീരീഡിലുണ്ടാകുന്ന വേരിയേഷൻസ്, ക്ഷീണം. പിന്നെ നമ്മൾ മുഖത്ത് നോക്കിയാൽ അല്ലാതെ തന്നെ നമുക്കറിയാം വിളർച്ച, നല്ല ഒരു വിളർച്ച ഉണ്ടാവും. ഇതൊക്കെ ഹീമോഗ്ലോബിൻ കുറയുന്നത് കൊണ്ടാണ് ഇതിനുള്ള പ്രതിവിധി. ഇതിൻ്റെ പ്രതിവിധി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. ചിലപ്പോൾ ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകാനുള്ള കാരണം നമ്മുടെ കുടലിലുണ്ടാകുന്ന വിരകൾ, വേംസ്, അതാവാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് നമ്മൾ മാറ്റണം. അതല്ലാതെ നമുക്കിങ്ങനെ രക്തക്കുറവ് കൊണ്ടുണ്ടാവുന്ന ക്ഷീണത്തിനും മറ്റു ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നമുക്ക് കഴിക്കാവുന്ന ഒരു മരുന്നാണ് ദ്രാക്ഷ അരിഷ്ടവും ലോഹാസവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക എന്നുള്ളത്. ദ്രാക്ഷ എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ, ലോഹാസവും നമുക്കറിയാം ലോഹം.